കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അർഹരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തുക അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇനിയും തുക ലഭിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അടുത്ത ഗഡു വിതരണം എപ്പോഴാണെന്നും അതുപോലെ 100 രൂപ 500 രൂപ നോട്ടുകളിലെ മാറ്റം എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ആദ്യഘട്ടമായി ഫെബ്രുവരി 11 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായി ആദ്യ മാസത്തെ പെൻഷൻ തുകയായ 1000 രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത്. തുടക്കത്തിൽ തന്നെ അപേക്ഷിച്ചവർക്ക് ആദ്യ ഗഡു ലഭിക്കാത്തതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. അപേക്ഷയിൽ നൽകിയ വിവരങ്ങളോ രേഖകളോ തെറ്റാണെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷ വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ പരിശോധന പൂർത്തിയാക്കി അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിലവിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിക്ക് അർഹതയുണ്ടായിരിക്കില്ല. ഇനി അടുത്ത ഘട്ട വിതരണത്തെക്കുറിച്ച് പറയാം. സർക്കാരിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഓരോ മാസവും പെൻഷൻ വിതരണം കൃത്യമായി നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ ഗഡു ലഭിച്ചവർക്ക് അടുത്ത മാസത്തെ തുകയും അതത് സമയങ്ങളിൽ തന്നെ അക്കൗണ്ടുകളിൽ എത്തും. പുതിയതായി അപേക്ഷ സമർപ്പിച്ചവർക്ക് അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് തുക ലഭിച്ചു തുടങ്ങും. ഇനിയും അപേക്ഷിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായപരിധിയുള്ള മറ്റു പെൻഷനുകൾ ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അപേക്ഷിക്കാം. ഇനി മറ്റൊരറിയിപ്പുള്ളത്, നിലവിൽ 100 രൂപ 500 രൂപ നോട്ടുകളെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ആശങ്കപ്പെടേണ്ടതില്ല. 2026 RBI കറൻസി അപ്ഡേറ്റിന്റെ ഭാഗമായി കള്ളനോട്ട് തടയുന്നതിനായി സുരക്ഷാ ഫീച്ചറുകൾ കൂടുതൽ ശക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കൈവശമുള്ള പഴയ 500, 100 രൂപ നോട്ടുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവ തുടർന്നും ഉപയോഗിക്കാം. നോട്ടുകളുടെ ഡിസൈനിൽ മാറ്റമില്ലെങ്കിലും വാട്ടർമാർക്ക്, മൈക്രോ ലെറ്ററിംഗ്, കാഴ്ച പരിമിതിയുള്ളവർക്കായുള്ള ടാക്സ്റ്റൈൽ മാർക്കുകൾ എന്നിവ കൂടുതൽ വ്യക്തമാകും. നോട്ടുകളുടെ ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കള്ളനോട്ടുകൾ തടയാനുമാണ് ഈ പരിഷ്കാരം. ബാങ്കുകളിലൂടെയും ATMകളിലൂടെയും പുതിയ നോട്ടുകൾ ഘട്ടം ഘട്ടമായി വിപണിയിലെത്തും. ഇതൊരു നോട്ട് നിരോധനമല്ലെന്നും ഔദ്യോഗിക വിവരങ്ങൾക്കായി RBI വെബ്സൈറ്റ് മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.